നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. ഇന്ന് ഒരു പ്രധാനപ്പെട്ട അതിഥിയാണ് നമ്മുടെ മുന്നിലുള്ളത്. പ്രക്ഷേപണ കലാരംഗത്തെ പ്രജാപതി എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ KPK വെങ്ങര. നമസ്കാരം. നമസ്കാരം. ഒരുപാട് കാലത്തെ പരിചയമാണോ? UAE സംബന്ധിച്ച് പറയുമ്പോൾ KPK വെങ്ങര എന്ന പേര് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ പ്രക്ഷേപണ കലാരംഗത്ത് തുടക്കം കുറിച്ച, മലയാള പ്രക്ഷേപണത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ്. അപ്പോൾ ഒരു കാലഘട്ടം, ഒരു വലിയൊരു കാലഘട്ടമാണ് താങ്കൾ കടന്നുപോയത്. അതെ, ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന കാലഘട്ടം. ഈ UAE ഒരു ചരിത്രം സൃഷ്ടിക്കുന്ന കാലഘട്ടത്തിലാണ് മലയാള പ്രക്ഷേപണം തുടങ്ങുന്നത്. അതെ. അപ്പോൾ ആ കാലഘട്ടത്തെക്കുറിച്ച് ഇന്നിപ്പോൾ നമ്മൾ 53ാമത് നാഷണൽ ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാലഘട്ടത്തിലായി എത്രയോ കാലം, 53 വർഷക്കാലം ഈ രാജ്യം നേടിയ ഒരു വലിയ ചരിത്രമാണ്. 53 വർഷം എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ അത് യൗവനത്തിലേക്ക് കടന്നിട്ടില്ല എങ്കിൽ പോലും അത് വലിയ നേട്ടങ്ങളാണ് കൈവരിച്ചത്. ആ നേട്ടങ്ങൾക്കൊക്കെ, അതിൻ്റെ തുടക്കത്തിലൊക്കെ, അതിൻ്റെ നേട്ടത്തിന് ഏകദേശം ഒരു തുടക്കത്തിലൊക്കെ സാക്ഷിയായ ഒരു വ്യക്തിയാണ് താങ്കൾ. അപ്പോൾ ആ കാലഘട്ടത്തെയും ആ കാലഘട്ടത്തിൻ്റെ പരസ്പര സ്നേഹത്തെയും ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു കൊടുക്കൽ വാങ്ങലുകളെയും ഒക്കെ കുറിച്ച് ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ കഴിയും ഈ സമയത്ത്. തീർച്ചയായും സന്തോഷം. ആദ്യമായി UAEയുടെ 53ാമത് ദേശീയ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇവിടെ ഉണ്ടാവാൻ സാധിച്ചത് ഒരു സൗഭാഗ്യമാണ്. അതൊരു നിമിത്തമോ നിയോഗമോ ആണെന്ന് തോന്നുന്നു. ഈ ദേശീയ ദിനാഘോഷത്തിൽ ഇദൽ ഇത്തിഹാദിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വളരെ ഹ്രസ്വമായ ഒരു കാലഘട്ടത്തിനുള്ളിൽ ഈ ലോകത്തിൻ്റെ ഉന്നത ശ്രേണിയിലേക്ക് UAE എത്തിയതിന് പ്രധാനപ്പെട്ട കാരണം പൂർവ്വപിതാക്കളായ ഹിസൈനസ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ, അതുപോലെ തന്നെ ഹിസൈനസ് മർഹൂം ഷെയ്ഖ് റാഷിദ്, ഇവർ രണ്ടുപേരുടെയും ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പ്രവർത്തനവും അനന്തരാവകാശികളുടെ ഒപ്പം നിന്ന് അവർക്ക് എല്ലാ സവിശേഷതകളും, ഈ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള സകല സവിശേഷതകളും ഇവരെ ബോധ്യപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്ത രണ്ട് പ്രഗത്ഭമതികളായ രാഷ്ട്രതന്ത്രജ്ഞന്മാരാണ് ഇവർ. തീർച്ചയായിട്ടും. ഒന്ന് വടക്കൻ എമിറേറ്റുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹിസൈനസ് ഷെയ്ഖ് റാഷിദും, അതുപോലെ തന്നെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രപിതാവ് എന്ന നിലക്ക് ഹിസൈനസ് ഷെയ്ഖ് സായിദും. അത് വിസ്മരിക്കാൻ സാധ്യമല്ല. അവരുടെ കഠിനമായ പ്രയത്നത്തിൻ്റെ പരിണിത ഫലമാണ് UAE ലോകത്തിൻ്റെ നെറുകയിലെത്താനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇപ്പം സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം, UAEയുടെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഏതാണ്ട് ഒരു 12 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പോൾ ആ സമയത്തുണ്ടാകുന്ന ബാലാരിഷ്ടതകൾ എല്ലാ രാജ്യങ്ങളെയും പോലെ ഇവിടെയും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ കുതിച്ചു ചാട്ടം എന്ന് പറഞ്ഞാൽ ആ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ എൻ്റെ കുതിച്ചു ചാട്ടത്തിന് കാരണം. അതിൽ പരമപ്രധാനമായ ഒരു കാര്യം, UAEയുടെ ഈ ജനസംഖ്യ ആനുപാതികമായി നമുക്ക് അറിയാമല്ലോ ഇതിൻ്റെ വിസ്തീർണം. UAEയുടെ വിസ്തീർണം എത്രയാണ്? 7 എമിറേറ്റുകളും പിന്നെ അതുപോലെ പ്രവിശ്യകളും ഒക്കെ ചേർന്നതാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഇതിൻ്റെ വിഭവശേഷി എന്ന് പറയുന്നത് മനുഷ്യ വിഭവശേഷിയാണ്. ആ മനുഷ്യ വിഭവശേഷി UAEയുടെ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള പൗരന്മാരെ ഇവിടെ സംരക്ഷിക്കുകയും അവർക്ക് അന്നവും ആദരവും അതുപോലെ ജീവിത സൗകര്യങ്ങൾ നൽകി അവരെ മാത്രമല്ല അവരുടെ കുടുംബം, അവരുടെ രാജ്യം അതൊക്കെ സംരക്ഷിച്ചുകൊണ്ട് ഒരു നേരത്തെ അങ്ങ് സൂചിപ്പിച്ച ഈ കൊള്ളക്കൊടുക്കലുകളുണ്ട്. ഇതാണ് സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ, കരുതലിൻ്റെ എല്ലാ നിലക്കുമുള്ള പാരസ്പര്യമാണ് യഥാർത്ഥത്തിൽ ഈ UAEയുടെ വളർച്ചയ്ക്കും അതുപോലെ UAEയിൽ നിവസിക്കുന്ന മറ്റു രാജ്യക്കാരുടെ അവരുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും ഒക്കെ ഏറെ ഉതകും. അതൊരു വല്ലാത്ത, മറ്റൊരു സ്ഥലത്തും കാണാൻ കഴിയാത്ത $100 ഇതൊക്കെ പര്യവേഷണമൊക്കെ പിന്നീട് നമ്മൾ കണ്ടുപിടിച്ച് ആയതാണ്. പക്ഷെ അതിനു മുമ്പേയും നമ്മുടെ ഇന്ത്യയിൽ നിന്നും എസ്പെഷ്യലി കേരളത്തിൽ നിന്നും ആളുകൾ ഇവിടെ വന്നിരുന്നു. തീർച്ചയായിട്ടും. അപ്പം ഞാനൊക്കെ ആദ്യം വന്ന
കാലഘട്ടത്തിൽ നമ്മുടെ ഈ സബുക്ക, ഞാൻ ദുബൈയിലാണ് വരുന്നത്, അപ്പോൾ അബുദാബി, എല്ലാ എമിറേറ്റുകളിലും ആ വളർച്ചയുടെ ആരംഭ ദശയായിരുന്നു. പിന്നീടൊരു കുതിച്ചു ചാട്ടമാണ്. പിന്നെ അതുപോലെ ഈ എല്ലാ എമിറേറ്റുകളിലെയും സുപ്രീം കൗൺസിൽ അംഗങ്ങളും ഭരണാധികാരികളും അതുപോലെ തന്നെ ക്രൗൺ പ്രിൻസുമാരും കിരീടാവകാശികളും അവരൊക്കെ തന്നെ ഈ പിതാക്കളുടെ പാത അല്ലെങ്കിൽ മുൻ പൂർവികരുടെ പാത പിന്തുടർന്നുകൊണ്ട് ഒരു ഏറ്റവും സമ്പന്നമായ ഒരു സാംസ്കാരിക തലം, സാമൂഹ്യ തലം, അങ്ങനെ ഭേദമില്ലാത്ത ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ഭരണഘടനാപരമായ പരിമിതികളും ഒരു രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം അനുശാസിക്കുന്ന നിയമാവലികളുമൊക്കെ ഉണ്ട്. അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന സൗഹൃദത്തെയും സ്നേഹത്തെയും ഊട്ടിയുറപ്പിക്കാൻ ഈ രാജ്യത്തിന് സാധിക്കും. അത് തന്നെയാണ് ബേസിക്കലി അടിസ്ഥാനപരമായി ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കുള്ള പ്രധാന കാരണം. ഈ രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ, ഈ മലയാളികളെക്കുറിച്ച് പ്രത്യേകിച്ച് പറയും, പ്രവാസി മലയാളികളെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് അവരുടെ റേഡിയോ. അതൊരു കാലഘട്ടത്തെ ഭരിച്ചു. ഒരു കാലഘട്ടത്തിലെ ആളുകളുടെ ആകെ കൂടി ഉണ്ടായിരുന്ന ഒരു വിനോദോപാധി എന്ന് പറയുന്നത് ശരിക്കും റേഡിയോ ആയിരുന്നു. അതെ അതെ, ആ റേഡിയോയുടെ തുടക്കക്കാരനാണ് താങ്കൾ. എങ്ങനെയാണ് തുടങ്ങിയ ആ ഒരു ചരിത്രം ഒന്ന് അനുസ്മരിക്കാൻ? പലപ്പോഴും ഞാൻ പലയിടത്തായത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അടിസ്ഥാനപരമായിട്ട് കലയും സാഹിത്യവും സാംസ്കാരിക പ്രവർത്തനങ്ങളും എൻ്റെ ഒരു ജീവൻ സ്പന്ദമായി ഞാൻ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അതെങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ പൈതൃകമായിട്ട് ലഭിച്ചതും ഞാൻ കഠിന പ്രയത്നത്തിലൂടെ പഠിച്ചെടുത്തതും നിരീക്ഷിച്ചെടുത്തതുമൊക്കെയാണ്. ഒരു കലാകാരൻ എങ്ങനെയാണ് സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുക, ആ അംഗീകാരം ലഭിക്കാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണം. അങ്ങ് ഒരു കലാകാരനല്ല, നമ്മൾ ഒന്നിച്ച് തന്നെ കുറെ കാലം ജോലി ചെയ്തിട്ടുണ്ട്. എന്നേക്കാൾ നല്ല ശബ്ദത്തിനുടമയാണ് ആണ്. അതെ, അതിനെ വെല്ലാണ്ട് ശബ്ദ സൗമാരൊന്നും എനിക്കില്ല. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ അല്ല, ഗുരുവും ശിഷ്യനും നല്ലതല്ല. ദ്രോണാചാര്യർക്ക് അർജുനൻ എങ്ങനെയായിരുന്നു? അർജുനെ വെല്ലാൻ ദ്രോണാചാര്യക്കാവുമായിരുന്നില്ല. അല്ലെ, ഏകലവ്യൻ. അപ്പൊ അതൊക്കെ കഥകൾ, അതല്ല പറയുന്നത്. സിദ്ധികളുണ്ട് എല്ലാവർക്കും. നൈസർഗികമായ ഒരു സിദ്ധി ഉണ്ടെങ്കിൽ അത് ജന്മസിദ്ധിയെ കർമ്മസിദ്ധി കൊണ്ട് സമ്പന്നമാക്കുക എന്ന അടിസ്ഥാന കർമ്മമാണ് ഞാനും ഒക്കെ നിർവഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് ഈ അഭിമുഖീകരിക്കാനും അഭിസംബോധന ചെയ്യാനും കഴിയുന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ KT അബ്ദുറബ്ബ്, ബഷീർ അബ്ദുള്ള, അതുപോലെ EM ഹാഷിം, ഇവർ 3 പേരുമാണ് എൻ്റെ അടുത്ത് ആദ്യം വരുന്നത്. ഇങ്ങനെ ഒരു റേഡിയോ തുടങ്ങാനുള്ള അനുവാദം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. സാധ്യമാവും, റേഡിയോ തുടങ്ങാൻ സാധ്യമാവുന്നു. അപ്പോൾ പക്ഷെ തുടങ്ങണമെങ്കിൽ അതിന് തുടങ്ങാൻ പറ്റുന്നത്. അപ്പം ഹാഷിം പറഞ്ഞു KPKക്ക് സാധിക്കുമെന്ന്. ബഷീർ അബ്ദുള്ളയും, ഇവർ 2 ആളും എൻ്റെ നേരത്തെയുള്ള സുഹൃത്തുക്കൾ. ഹാഷിം എന്ന് പറഞ്ഞ ദലയായിട്ട്, ഞാൻ എൻ്റെ സാംസ്കാരിക വേദി ദലയായിരുന്നു. ഞാൻ വന്നത് മുതൽ എന്നെ പുറത്തെടുക്കാനും വ്യാപരിപ്പിക്കാനും സാധ്യമായ ഒരു കളരിയായിരുന്നു ദുബായ് ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ. അപ്പം അങ്ങനെ അവിടെ നിന്ന് എന്നെ അവർ കണ്ടെത്തി. അങ്ങനെ ഞാൻ അതിൻ്റെ ആദ്യത്തെ ഈ പ്രക്ഷേപണ രംഗത്തെ ലക്ഷണയുക്തമായ വാണിജ്യ പ്രക്ഷേപണ നിലയത്തിലെ ആദ്യത്തെ പ്രോഗ്രാം ഡയറക്ടറായിട്ട് എന്നെ നിയോഗിക്കുകയാണ്. ഇതായിരുന്നു എൻ്റെ ധർമ്മം. ആളുകൾ കേൾക്കുന്നത് എന്നെയല്ലേ, അല്ലെങ്കിൽ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവർ, അല്ല അവർ അണിയറയിൽ നിൽക്കുന്നവർ ചിലപ്പം അറിഞ്ഞു എന്ന് വരില്ല. അപ്പം ഞാൻ എപ്പോഴും ഇത് ആവർത്തിച്ച് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങി. അതൊരു സംഭവമായിരുന്നു. കാരണം ഈ മാധ്യമശൂന്യത ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ആദ്യത്തെ മാധ്യമം എന്ന നിലയ്ക്ക് നമുക്ക് പത്രങ്ങൾ കിട്ടുമായിരുന്നു. 1 1 2 ദിവസം കഴിഞ്ഞ് ലഭിക്കുന്ന പത്രങ്ങൾ. അത് എല്ലാ സ്ഥലത്തും നമുക്ക് കിട്ടൂല. കിട്ടുന്ന ആളെടുക്കുന്ന നമ്മളൊക്കെ ഒരു റൂമിലൊക്കെ വന്നിട്ട് അങ്ങനെ വായിച്ചു പോകും. അങ്ങനെ നിവൃത്തിയില്ല. ഇപ്പം വളരെ പരിമിതമായ പത്രങ്ങളെ അന്ന് വരും. ആ പത്രങ്ങൾ തന്നെ എല്ലാവരും വാങ്ങിക്കില്ല. ഒരു ഏറിയയിൽ 1 2 വാങ്ങിക്കുക വരും. അല്ലെ ചില ടൈലറിങ് കടകളിൽ, അല്ലെ ചില സലൂണുകളിൽ, അങ്ങനെയൊക്കെ പത്രം വരും. അപ്പൊ അവിടെ നിന്ന് നമ്മൾ കൊണ്ടുവന്നിട്ട് റൂമുകാരെല്ലാം വായിച്ചു തീർക്കും. അപ്പൊ അങ്ങനെയാണ്. അങ്ങനെ മാധ്യമങ്ങളില്ലാത്ത ഒരു സമയത്ത് ഇതൊരു കുളിർനിലാവായി. ഏത് വർഷത്തിൽ?
1992 മെയ് 9 ആദ്യത്തെ പ്രക്ഷേപണം. മലയാളം. അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അത് ഈ UAE-യുടെ ഈ സാംസ്കാരിക ചരിത്രത്തിന്റെ ഭാഗമാണ്. അത് അന്ന് റാസൽ ഖൈമയിൽ നിന്ന് സൈൻ ചെയ്തതിന് ശേഷം അവിടെ ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവർ അതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്ത് എല്ലാ പത്രങ്ങളിലും, മലയാളത്തിലും ഇംഗ്ലീഷിലും എല്ലാ പത്രങ്ങളിലും അന്ന് വന്നിരുന്നു. ഇത് ഈ വാർത്ത വന്നതോടുകൂടി ആളുകൾക്ക് വല്ലാത്ത, പ്രത്യേകിച്ചും നമ്മുടെ മലയാളികൾ അന്ന് ആഹ്ലാദം കൊണ്ട് തുള്ളി. വൈകിട്ട് 3 മണിക്കാണിത്, 2 മണിക്കോ 3 മണിക്കോ മറ്റാണ് തോന്നുന്നത് എനിക്ക്. 1 മണിക്കൂറാണ്, ഒറ്റ മണിക്കൂറാണ് പ്രക്ഷേപണം. നമ്മൾ ആദ്യമായിട്ടല്ലേ, അപ്പോൾ 1 മണിക്കൂറാണെങ്കിലും ഇതിന്റെ നൈരന്തര്യം സൂക്ഷിക്കണ്ടേ? അതെ അതെ, തീർച്ചയായിട്ടും. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പ്രോഗ്രാം, ഒരു വാർഷികം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തേക്ക് വേണ്ടി ഇതല്ല, ദിവസം. അപ്പൊ ഇതിന്റെ പ്രോഗ്രാം ഗ്രിഡ് ഉണ്ടാക്കണം. ആ സമയത്ത് NP മുഹമ്മദ് സാർ ഇവിടെ വന്നിരുന്നു. ആ ഒരു നമ്മൾ ഇതിന്റെ ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ, അതുപോലെ T പത്മനാഭൻ, അവരൊക്കെ അവരോടൊക്കെ നമ്മൾ അന്വേഷിച്ചു. അതുപോലെ പത്മനാഭൻ നായർ നമ്മുടെ കേരളത്തിൽ റേഡിയോ തുടങ്ങി. അങ്ങനെ പിന്നെ എൻ്റെ റേഡിയോ ജീവിതം എന്ന് പറഞ്ഞാൽ, ഞാൻ അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ തലയിൽ ഹെഡ്ഫോൺ വെച്ച് വരുന്നത് യശശരീരനായ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഗുരുസ്ഥാനീയനായ ഖാൻ കാവിൽ സാറാണ്. ഞാൻ അധ്യാപക പരിശീലനം അതിന് മുമ്പിൽ കോളേജിൽ യുവവാണിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, കോളേജിൽ പഠിക്കുമ്പോൾ നമ്മളെ കോളേജിൽ. അപ്പം അന്ന് ഞാനൊരു പാട്ടൊക്കെ എഴുതിയിട്ട്, ഗംഗാധരൻ എന്ന് പറഞ്ഞ ഒരു സുഹൃത്താണ്, എൻ്റെ ക്ലാസ്മേറ്റാണ് പാടിയത്. എൻ്റെ ക്ലാസ്മേറ്റ് അല്ല, എൻ്റെ കോളേജിലുണ്ടായിരുന്ന T ഗംഗാധരൻ. അപ്പം പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ അധ്യാപക പരിശീലന സമയത്താണ് വിദ്യാഭ്യാസ പരിപാടി ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് ഡ്രമാറ്റൈസൈസ് ചെയ്തിട്ടുണ്ട്, നാടകാവിഷ്കാരമാണ്. ഒരു പദ്ധതികൾ, പാഠ്യപദ്ധതിയിൽ നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് നല്ല ആ വിദ്യാഭ്യാസ പരിപാടികളാണ് തുടർച്ചയായിട്ട് ഞാൻ പോയിരുന്നത്. ആ സമയത്ത് ആദ്യം എനിക്കറിയില്ലായിരുന്നു അന്ന് എങ്ങനെയാണ് ഡയലോഗ് ഡെലിവറി റേഡിയോയിൽ എങ്ങനെയാണ്. കാരണം ദൃശ്യ സാന്നിധ്യമില്ലാത്ത ഒരു ശബ്ദ സാന്നിധ്യം. ഈ ശബ്ദ സാന്നിധ്യം കൊണ്ട് എല്ലാ ബോധങ്ങളും ഉണ്ടാക്കണം. അതായത് കാലം, ദേശം, സ്ഥലം, സന്ദർഭം, അതിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും, ശബ്ദം, ചേതനങ്ങളും അചേതനങ്ങളുമായ കാര്യങ്ങളെയൊക്കെ ഈ ശബ്ദവിന്യാസം കൊണ്ട് മാത്രം ബോധ്യപ്പെടുത്തുന്ന ഏറ്റവും ശ്രമകരമായ ഒരു ദൗത്യമാണ്. നിങ്ങളൊരു നാടകം കാണാം, അല്ലെങ്കിൽ ഒരു TV ചാനൽ കാണാന്ന് പറഞ്ഞാൽ പകുതി നമ്മുടെ ശ്രദ്ധ നമ്മുടെ റെട്ടിനയിലേക്ക് പോകും. വിഷ്വൽ ഇഫക്റ്റ് അല്ലേ? ഈ ദൃശ്യ രംഗത്തിന്റെ അവരുടെ സൗന്ദര്യവും അവരുടെ അതുകൊണ്ടാണ് KT മുഹമ്മദ് പറഞ്ഞ് നാടകത്തിന്റെ പശ്ചാത്തലത്തിൽ നീല അല്ലെങ്കിൽ കറുത്ത കർട്ടൻ മാത്രമേ വേണ്ടൂ, അതിന് വേറെ ഒന്നും ചേർക്കരുത്. കാരണം നമ്മുടെ ദൃശ്യ ആ ദൃശ്യബോധം അത് ഡൈവേർട്ട് ചെയ്തു പോകും, വ്യതിചലിക്കാൻ പാടില്ല. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് പെർഫോമൻസ്, വിഷൻ, ആ പെർഫോമൻസിൽ കോൺസെൻട്രേഷൻ വേണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഇതിൽ അപ്പോൾ ശബ്ദം എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ വളരെ രസകരമാണ്. നാസർ ഭായിക്ക് അറിയാലോ, നാസർ കോഴിക്കോട് ആകാശവാണിയിലും നമ്മളൊന്നിച്ച് 10 വർഷം, അതുകൂടാതെ പിന്നെയും റേഡിയോയിലും ടെലിവിഷനിലും ഒക്കെ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ടെലിവിഷനിൽ ഒരു പക്ഷേ നമുക്ക് സ്ക്രീൻ വിഷ്വൽസ് കിട്ടുമായിരിക്കും, പക്ഷെ റേഡിയോയിൽ അതല്ല, ഒന്നുമില്ല. റേഡിയോയിൽ ഒന്നുമില്ല. റേഡിയോയിൽ ഒരക്ഷരം തെറ്റരുത്, അല്ലേ? നാപ്പിഴ വരരുത്. പിന്നെ ശബ്ദബോധവും ഭാഷാബോധവും അതുപോലെ ഭാവബോധവും വേണം, അർത്ഥബോധവും വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളൊരു മൈക്രോഫോണിന്റെ മുമ്പിൽ അല്ലേ നിൽക്കാൻ. അത് നമ്മൾ കേൾക്കുമ്പോൾ കാണുമ്പോൾ പക്ഷെ അതിനെ അതേ അർത്ഥത്തിലും ഗൗരവത്തിലും പൂർണ്ണമായി ഉൾക്കൊണ്ട് ചെയ്തുമ്പോഴേ അത് പരിപൂർണമായി സാർത്ഥകമാകും. തീർച്ചയായിട്ടും. അതെ.